ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാൻ ചെറിയ കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണ് ബട്ടർ ഫ്രൂട്ട് വിളവെടുക്കുന്നത് കാണിച്ചു തരാം. പിന്നെന്താ വെർജിൻ കൊക്കനട്ട് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഞങ്ങളെ കുഞ്ഞേട്ടനാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെന്താ കുട്ടികൾ കുളത്തിൽ ചാടാൻ പോയതാണ് കേട്ടോ. കുളം ഇപ്പോൾ പുതുക്കി പണിതതാണ്. മുഴുവനും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട് അതിൻ്റെ മുകളിലോട്ട് കെട്ടാൻ. അപ്പോൾ അവർക്ക് നീന്തൊക്കൊന്നും അറിയില്ല കേട്ടോ. അവരങ്ങനെ ആ കല്ലിലും ഒതുക്കിലൊക്കെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ടർ ഫ്രൂട്ട് പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും മൂത്തിട്ടില്ല കേട്ടോ. നമുക്ക് പറിക്കാനായിട്ടില്ല. അതിൻ്റെ കളറുണ്ടോ, നല്ല മിനിസല്ല ഇതാണല്ലോ. നല്ല അതിൻ്റെ തോലൊക്കെ നല്ല മുരുമുരുക്കാവും. അപ്പോഴാണ് നമുക്ക് പറിക്കാനാവുക. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൂത്തതാണ്. ഇതൊക്കെ മൂത്ത് പൊട്ടലടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പഴുത്തതാണ് കേട്ടോ. അത് കണ്ടോ, പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്. അതിങ്ങനെ വിണ്ട് വരുന്നുണ്ട് പഴുത്ത് ചാടുമ്പോൾ. അതിന് മുമ്പ് തന്നെ നമ്മൾ പറിച്ച് വെക്കണം, എന്നാൽ കേട് വരാതെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ബക്കറ്റിൽ ഒരു ബെഡ് അടക്കപ്പഴ തൈ വെക്കുക കേട്ടോ. കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ആയിരിക്കണം. അപ്പോൾ അതൊന്ന് തൈ നടണം വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ചമ്മലിട്ടിട്ടുണ്ട്, പിന്നെ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ചുകൂടി ചമ്മലിടാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ചമ്മലെടുക്കുന്നുണ്ട്. ഈ ബട്ടറിൻ്റെ ചമ്മലേ മഴയിട്ട് നല്ലോണം ചാടുന്നുണ്ട്. അപ്പോൾ മഴയാകുമ്പോൾ അടിച്ചാൽ കിട്ടൂലല്ലോ. അപ്പോൾ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ തോണ്ടി എടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ചമ്മലിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മണലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മലിട്ട്, പിന്നെ കുറച്ച് മണലിട്ട്, ഇനി തൈ ഇതിൽ വെക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ തൈ വെക്കുകയാണ്. ഇനി കുറച്ച് കമ്പോസ്റ്റും കുറച്ച് മണ്ണും ഇതിൻ്റെ മുകളിലിടും. എന്നിട്ട് മണ്ണിടണം. മണ്ണും കമ്പോസ്റ്റും വേണം. നമ്മളെ ഇതിലെ ഇങ്ങനെ പറ്റിപ്പിടിക്കണ ഈ പായലുണ്ടല്ലോ, ഇതൊക്കെ ഒരു തരം പായലാണ്. കണ്ടോ, നമ്മൾ മഴ പെയ്താലിങ്ങനെ
നമ്മളെ ചുമരിലും മുറ്റത്തൊക്കെ കാണുന്നൊരു സാധനമാണിത്. ഇതൊക്കെ നല്ല വളമാണ്, നമ്മളെ ചെടിക്കും പച്ചക്കറിക്കൊക്കെ നല്ല വളമാണ്. അങ്ങനെ എടുത്തിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുക. ഇവിടെ ക്ലീനാവും ചെയ്യും, നമുക്ക് വളമായി. ഇതിപ്പോൾ ഇടുന്നത് കമ്പോസ്റ്റാണ് കേട്ടോ. കുറച്ച് കമ്പോസ്റ്റ്. ആ ഇനി മണ്ണിട്. ഇനി കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. മതി മതി മതി. ഇനി കുറച്ച് ചുവട്ടിൽ മണ്ണ് കുറച്ച് നീക്കി കൊടുക്കുക. ഇനി നന്നായി വേരൊക്കെ പിടിച്ചിട്ട് നമുക്ക് വലുതാവുമ്പോൾ പിരിച്ച് മണ്ണിലോട്ട്. ബോഗൺവില്ലയൊക്കെ പ്രൂൺ ചെയ്തിട്ട് കണ്ടോ ഒക്കെ വെട്ടി കൊടുത്തു. പൂക്കളൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഉച്ചയായപ്പോൾ തന്നെ കഴിഞ്ഞിട്ടോ. പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തലേന്നൊക്കെ നുറുക്കിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പാലൊക്കെ എടുത്തിട്ടോ, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ പാലെടുക്കുന്നതും അതൊക്കെ. അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം എങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ തേങ്ങ നമ്മൾ നുറുക്കിയിട്ട്, കൊട്ടത്തേങ്ങയാണെങ്കിൽ അത്, അല്ലെങ്കിൽ എൻ്റേത് കൊട്ടത്തേങ്ങയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിരവിയിട്ട് ഇങ്ങനെ മിക്സിയിലടിച്ചിട്ട് പാലെടുത്താൽ മതി. കണ്ടോ ഇതുപോലെ. പാലൊരു ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ നമ്മളെ അതിൻ്റെ പാല് വേറെ ആയിട്ടും കിട്ടും, വെള്ളം വേറെ ആയിട്ടും കിട്ടും. നമ്മൾ അടിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമല്ലോ, ആ വെള്ളം അടിയിൽ വരും. അപ്പോൾ നമുക്കപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ പാല് മാത്രം കട്ടയാവും, നല്ല കട്ടയാവും കേട്ടോ. ഇതിൻ്റെത് കട്ടയായിട്ടില്ല, എന്താ തണുപ്പ് കുറഞ്ഞിട്ടോ എന്താ അറിയില്ല. അപ്പോൾ അത് നമ്മൾ അടുപ്പിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ചില ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും, അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വലിയൊരു ചെമ്പട്ടിയിൽ വെക്കണം കേട്ടോ. അല്ല ചെമ്പട്ടി ഏതാ നിങ്ങളടുത്ത് പാത്രം എന്നില്ല വെച്ചാൽ അതിൽ വെച്ചാൽ മതി. പക്ഷേ ഇതിങ്ങനെ വറ്റി വരുമ്പോൾ നമ്മളെ മുഖത്തേക്കും കൈമേലൊക്കെ തെറിച്ച് വരും. അപ്പോൾ നമ്മൾ വിട്ട് നിന്ന് വലിയൊരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ കുറച്ചായത് കാരണമാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് തേക്കാനും കുട്ടികൾക്ക് മേല് തേക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഭക്ഷണത്തിലും രാവിലെ ഒരു സ്പൂണൊക്കെ വെറും വയറ്റിലൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടോ തെളിഞ്ഞ വെളിച്ചെണ്ണ ആയിട്ടുണ്ട്. ഞാനിത് അധികം ചുമന്ന കളറാവാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ഞാൻ ഇത് വെളിച്ചെണ്ണ ആവണത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളറേക്കാരം, ഒന്നും കൂടി മൂത്താലൊരു ചുമന്ന കളറേക്കാരം. അപ്പോൾ ഞാനത് ഇതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ചുമന്ന കളറാവാൻ നിന്നിട്ടില്ല. അപ്പോൾ കണ്ട വെളിച്ചെണ്ണൻ്റെ തെളിച്ചം. അപ്പോൾ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് ഇളക്കി കുറച്ചും കൂടിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ എടുക്കുന്നില്ല, ഞാൻ ഇതേപോലെ തന്നെ എടുക്കുകയാണ്. നല്ലൊരു മണമാണ് കേട്ടോ ഇത് വെളിച്ചെണ്ണക്ക്. നല്ലൊരു ഔഷധ ഗുണമുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ കണ്ട ഒരു 2-2.5-3 തേങ്ങ ഉണ്ട്, അതുകൊണ്ട് കിട്ടിയ വെളിച്ചെണ്ണ ഇത്രേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.